ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നമുക്കിന്ന് ട്വിൻ ഫ്ലെയിം ജേണിയിൽ തേർഡ് പാർട്ടി എനർജിയും അതുമായി ബന്ധപ്പെട്ട ഗൈഡൻസും നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം. തേർഡ് പാർട്ടി വളരെയധികം ദുഃഖത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഉള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇമോഷണലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവർക്ക് ആ അവസ്ഥയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭയങ്കര ബോൾഡായിട്ടൊരു വ്യക്തിയാണ് കാണുന്നത്. അവർക്ക് ഉടനെ ഒരു ചതി അല്ലെങ്കിൽ വഞ്ചന നേരിടേണ്ടതായിട്ട് വരും. അവർ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ അവരിലേക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വരാൻ പോവുകയാണ്. അവർ ഒരു പക്ഷേ DMനോട് ചെയ്തതാകാം ആ ചതി. അവർക്കത് മറ്റൊരു രീതിയിൽ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. ഒരിക്കലും DM അങ്ങനെ ചെയ്യില്ല. കാരണം DM ഒരു പോസിറ്റീവ് സോളാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു പ്രവൃത്തി DMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. പക്ഷേ ഡിവൈൻ അവർക്ക് അവരുടെ കർമ്മയുടെ ഫലം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം ഇവരിപ്പോൾ ഒരു റെസ്റ്റിംഗ് മോഡിലോ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവരുടെ നിലനിൽപ്പിനോ അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഡിവൈൻ അവരോടിപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് റെസ്റ്റിലിരിക്കൂ എന്നാണ് ഡിവൈൻ അവരോട് ആവശ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് കുറച്ചധികം നാളുകൾക്ക് ശേഷം അവർക്ക് അവരുടെ ദുഃഖം മനസ്സിൽ തന്നെ ഉണ്ടാവും. അവർ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നപ്പോൾ അവർക്കുണ്ടായ ദുഃഖം അവരുടെ മനസ്സിൽ എന്ത് തന്നെയാലും ഉണ്ടാകും. എന്നിരുന്നാലും ആ ദുഃഖത്തെയും മനസ്സിൽ പേറിക്കൊണ്ട് തന്നെ അവർ ഒരു ശാന്തമായ ഒരവസ്ഥയിലേക്ക് മാനസികമായിട്ട് സഞ്ചരിക്കുവാൻ തയ്യാറാകും. എന്തായാലും ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു, ഞാൻ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ, എനിക്കെന്നാൽ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളൊരു ചിന്തയിൽ അവർ ആ പെയിൻ ഉള്ളിലുണ്ടെങ്കിലും ഒരു ശാന്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഭാവിയിൽ ശ്രമിക്കും. പിന്നെ ഇവരുടെ ഈ ഒരു യാത്രക്കിടയിൽ ഇപ്പോഴവർ നിൽക്കുന്ന സ്റ്റേജിൽ നിന്നും ഞാൻ ഈ പറഞ്ഞൊരവസ്ഥയിലേക്ക് അവർക്കൊരു മാനസികമായിട്ടൊരു പരിവർത്തനം ഉണ്ടാകുന്നതിനിടയ്ക്ക് തന്നെ ഒരു ദൈവികമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ഒരു മാനസികമായിട്ടൊരു ശക്തിയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റും ഒരു ദൈവിക ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവർക്ക് അവരുടെ ഒരു കർമ്മ അവിടെ ഒരു കോൺട്രാക്റ്റ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അപ്പോൾ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം ഇവിടെ അവസാനിച്ചു എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, എന്നാലും ആ വേദനകൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവർ അടുത്തൊരു തലത്തിലേക്ക് യാത്രയാവുകയാണ്. എന്നിരുന്നാലും മനസ്സിൽ ഒരുപാട് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവർക്കൊരു ഉത്കണ്ഠ, ഭയം, ഞാൻ എന്ത് ചെയ്യും, ഇതെന്താകും എന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരു മനസ്സിൻ്റെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ ഇവർ കടന്നു പോകേണ്ടതായിട്ട് വരും. ഒടുവിൽ ഈ ഭയവും ഉത്കണ്ഠയും ഒക്കെ അതിജീവിച്ച് ഇവർ മാനസികമായിട്ടൊരു സന്തുലിതമായൊരവസ്ഥയിൽ എത്തിച്ചേരും. ആൾ ഭയങ്കര ബോൾഡാണ് മാനസികമായിട്ട്. ആർക്കും അങ്ങനെ പെട്ടെന്ന് തളർത്താനൊന്നും കഴിയുന്നൊരു വ്യക്തിയല്ല. അപ്പോൾ ഞാനൊരു പോസിറ്റീവായിട്ട് പറയുന്നതല്ല, അത്രയ്ക്കും ബോൾഡായിട്ടൊരു വ്യക്തിയാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളോട് പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സോളിന് ഇച്ചിരി ബുദ്ധിമുട്ടും ആണ്. ഓക്കെ, ആ ബുദ്ധിമുട്ടുകൾ എന്തായാലും DMനുണ്ടാകും. അത് അദ്ദേഹത്തിൻ്റെ കർമ്മ ബാഗേജോ അദ്ദേഹത്തിന് ആ ഒരു കർമ്മ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് തനിയെ അതനുഭവിച്ച് അത് എൻഡായി പോയാലേ മതിയാവുകയുള്ളൂ. എന്നാലേ ലൈഫ് ലെസൺസ് പഠിച്ച് ആ കർമ്മ ബാഗേജസ് ക്ലിയറായി അദ്ദേഹത്തിന് ഒരു പ്യുവർ സോളായിട്ട് അവേക്കനായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ.
പിന്നെ ഇവർ ഈ ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്നും അവരത്രയും മാനസികമായിട്ട് സ്റ്റേബിൾ ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് വൈകാരികമായിട്ട് അവരൊരുപാട് പ്രക്ഷുബ്ധമായ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. എന്നാലും അവർ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരും. ഓക്കെ, എപ്പോഴും തേർഡ് പാർട്ടി കാർമിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു അവേക്കനിങ്ങിന് തീർച്ചയായിട്ടും ഒരു തേർഡ് പേഴ്സണിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ DMൻ്റെയും DFൻ്റെയും അവേക്കനിങ് രണ്ടും വ്യത്യസ്തമാണ്. DF അവേക്കനാകുന്നത് DM സെപ്പറേഷനിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവർ അവിടെ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നും അവരൊരു സോളിറ്റ്യൂഡിലേക്ക് വരികയും സ്പിരിച്വാലിറ്റിയിലേക്കും ഈ ജേണിയിലേക്കും വരികയും ചെയ്യുന്നു. അവിടെ മാനസികമായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് DMൻ്റെ ലൈഫിൽ കുറച്ചുകൂടി പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കാരണം അവരുടെ ഉള്ളിൽ മസ്കുലൈൻ എനർജി കൂടുതലാണ്. അപ്പോൾ എന്ത് സാഹചര്യങ്ങൾ വന്നാലും അവർ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ബോൾഡായിട്ട് അത് നേരിടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇവർക്ക് കുറച്ചുകൂടി വലിയ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്താൽ മാത്രമേ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ ഡിവൈന് ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് ഈ തേർഡ് പാർട്ടി അഥവാ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇവർ കാർമിക് കോൺട്രാക്ട്സ് ഉണ്ട്, അതൊക്കെയും ക്ലിയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒക്കെയും ശരിയാണ്. ബട്ട് ഈ ഒരു കാർമിക് കോൺട്രാക്റ്റിന് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. ഇവർ കൊടുക്കുന്ന ഈ പെയിൻഫുൾ സിറ്റുവേഷൻസ് ഓവർകം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് അവിടെ DMന് അവേക്കനിങ് സാധ്യമാകുന്നത്. അവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ വളരെ വലിയ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ DM കടന്നു പോകേണ്ടതായിട്ട് വരും. DF ആയിട്ടുള്ളവർക്ക് DFനറിയാം നമ്മൾ എത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു വന്നു എന്ന്. അതിനേക്കാളും ഒരു ഫൈറ്റിംഗ് എനർജി, ഒരു ആങ്കർ ഇഷ്യൂസൊക്കെ അത്തരത്തിൽ കുറച്ചുകൂടെ പ്രക്ഷുബ്ധമാണ് DMൻ്റെ അവേക്കനിങ്. അപ്പോൾ ഒരു DF എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കേണ്ടുന്നത് DMനെ അവേക്കൻ ചെയ്യാൻ തക്ക ശക്തിയുള്ള ഒരു സോളാണ് ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവേക്കനിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മുടെ DMനെ സഹായിക്കുന്ന ഒരു സോളാണ്. അതിനുവേണ്ടി ഡിവൈൻ അവരെ ഗൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് അവർ. അത്തരത്തിൽ നമ്മുടെ DMനെ അവേക്കൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോൾ എന്നുള്ള നിലയിൽ അവരോട് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക. ഞാൻ സംസാരിക്കുമ്പോഴും അവർ എന്ന് തന്നെയാണ് പറയുന്നത്. ഐ റെസ്പെക്റ്റ് ദാറ്റ് സോൾ. ഓക്കെ, ഒരിക്കലും അവരോട് ഒരു ദേഷ്യം വാശി വയ്ക്കരുത്. ഓക്കെ, നിങ്ങളായിട്ട് ഒരു കർമ്മ ഒരു ചിന്ത കൊണ്ടുപോലും ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഒരു റോളുമില്ല, പ്രത്യക്ഷത്തിൽ ഒരു റോളുമില്ല. ഓക്കെ, അവരുടെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടിക്കും DMനും ഇടയ്ക്ക് ഇടപെടാൻ പോകരുത്. അത് തിരിച്ചായാലും DF ആയാലും തേർഡ് പാർട്ടിയും DF ആയാലും അവിടേക്ക് ഇടപെടാനായിട്ട് പോകരുത്. അത് അവർ തമ്മിൽ ആ കോൺട്രാക്റ്റ് തനിയെ അവിടെ എൻഡാകണം. അതേ സമയത്ത് ഒരു DF നമുക്കെന്ത് ട്രിഗറാണോ കിട്ടിയിരിക്കുന്നത് അതിനനുസരിച്ച് ഉള്ള ഇന്നർ വർക്ക് ചെയ്ത് നമ്മുടെ ജേണി എങ്ങനെയാണോ നമ്മൾ ഇത്രയും നാളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, ജേണി തുടങ്ങി അന്ന് മുതൽ ഇങ്ങോട്ട് എങ്ങനെയാണോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. ഡെയിലി ചക്രാസ് ക്ലെൻസ് ചെയ്യുക, ബീജ് മന്ത്ര ചാൻറ്റ് ചെയ്യുക, ഓറ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ തന്നെയും നിങ്ങളുടെ DMനെ ആ ഒരു സാഹചര്യത്തേക്ക് അതിജീവിച്ച് ഈ ജേണിയിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും
ആ തേർഡ് പാർട്ടിക്ക് ഒരു നെഗറ്റീവ് വൈബ് സെൻഡ് ചെയ്യരുത്. ബി ഗ്രേറ്റ്ഫുൾ ടു ദം. ഓക്കെ, ഇത്രയും വലിയൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് അവർ. അത് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. DM അവേക്കനായാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ജേണി സക്സസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് മസ്റ്റാണ്. ഇത് നമ്മൾ എത്ര വിചാരിച്ചാലും ഒഴിവാക്കാൻ സാധിക്കില്ല. നമുക്കായിട്ട് പോയിട്ട് DMനെ ഹെൽപ്പ് ചെയ്യാൻ പ്രത്യക്ഷത്തിൽ സാധിക്കില്ല, പരോക്ഷമായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന വർക്ക് കൃത്യമായിട്ട് ചെയ്ത് ചക്രാസൊക്കെ ക്ലെൻസ് ചെയ്ത് നമ്മുടെ ചക്രാസ് നമ്മൾ ക്ലെൻസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് ഓറയൊക്കെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? DMന് തന്നെയാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, മസ്റ്റായിട്ടും ഒരു നെഗറ്റീവ് എനർജി തേർഡ് പാർട്ടിക്ക് സെൻഡ് ചെയ്യാതിരിക്കുക. അവരെ അഡ്മയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഗ്രേറ്റ്ഫുൾ ടു ദം. അവരൊരു നെഗറ്റീവ് എനർജിയാണ്, അവർക്കൊരു അഡ്മിറേഷനായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ബട്ട് നമ്മുടെ ഒരു നന്ദി അവർ അർഹിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരു എഫേർട്ട് കാണാതെ പോകാൻ സാധിക്കില്ല. എന്ത് തന്നെയായാലും നമ്മുടെ ജേണി പക്കയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ഡിവൈനിൽ സറണ്ടർ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ DMന് സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യാൻ സാധിക്കും. കൂടുതലും ഹാർട്ട് ചക്ര നന്നായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാകും. ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ തീർന്നു പോകും എന്ന് തോന്നുന്ന രീതിയിൽ പെയിൻ ഉണ്ടാകും. അതവിടെ അവരനുഭവിക്കുന്ന പെയിനാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഹാർട്ട് ചക്രയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് ബീജ് മന്ത്രയൊക്കെ ഒന്ന് ചാൻറ്റ് ചെയ്ത് വയ്ക്കുക. എന്താണോ നമുക്ക് കിട്ടുന്ന ട്രിഗർ അല്ലെങ്കിൽ ചക്രാസിലെ പെയിന് ഇതെല്ലാം നോക്കി അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് എല്ലാം ക്ലിയറാക്കി കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ അവിടെ DMന് ഈ ഒരു അവേക്കനിങ് പ്രോസസ്സ് കൃത്യമായി പ്രോസസ്സിലൂടെ മുന്നോട്ട് പോയി ഈ ജേണിയിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് ബാക്കി പകുതി പോർഷൻ തേർഡ് പാർട്ടി ഹാൻഡിൽ ചെയ്യുമ്പോൾ ബാക്കി പകുതി നിങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി അതുപോലെ നമ്മുടെ വാല്യൂ മനസ്സിലാക്കുക. ഓക്കെ, ബി താങ്ക്ഫുൾ ടു യുവർ സെൽഫ്. ഓക്കെ, സ്വയം നിങ്ങളോട് തന്നെ നിങ്ങൾ താങ്ക്ഫുള്ളായിട്ടിരിക്കുക. നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിന് DMന് ഈ ഒരു അവേക്കനിങ് സ്റ്റേജിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് സ്വയം ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക. സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രം മതി. ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. DMനും നിങ്ങൾ ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്യരുത്. ഇതൊക്കെ ഈ ജേണിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിനും ബ്ലെസ്സിങ്സൊക്കെ സെൻഡ് ചെയ്ത് അദ്ദേഹത്തെയും ഈ ഒരു അവേക്കനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സോൾ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഒരിക്കലും അയ്യോ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ട് നെഗറ്റീവ് എനർജി സെൻഡ് ചെയ്യരുത്. ഓക്കെ, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ആദ്യം തേർഡ് പാർട്ടിയോട് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക. DMന് ഒരു സോൾ സപ്പോർട്ട് കൊടുക്കുക. സ്വയം ഗ്രേറ്റ്ഫുള്ളായി നിന്നുകൊണ്ട് ഈ അവേക്കനിങ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗം ഞാനും പ്ലേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് DF പ്ലേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തേർഡ് പാർട്ടിയും പ്ലേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ രണ്ടുപേരുടെയും ഹെൽപ്പോട് കൂടിയാണ് DM അവേക്കനാകുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ട് രീതിയിലുള്ള ഹെൽപ്പാണ്. ഓക്കെ, രണ്ട് രീതിയിലാണ് ഹെൽപ്ഫുള്ളാകുന്നത്. അപ്പോൾ ബി പോസിറ്റീവ്. സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, സ്വാഭാവികമാണ്. ബട്ട് നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്ത് ഈശ്വരൻ്റെ ഹിതപ്രകാരമെല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി ആണോ എന്നാർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്കതിനുള്ള ഉത്തരം കണ്ടെത്താം. അതുപോലെ ഈ ജേണിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാണ്, നിങ്ങൾക്കൊന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷനായിട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ ഒരു
ടാരറ്റ് റീഡിംഗ് എടുത്ത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ടാരറ്റ് റീഡിംഗ് എടുക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും എനർജി ഇതിലുണ്ടാകും. അപ്പോൾ ഏത് റീഡിംഗ് ആയാലും നിങ്ങൾക്ക് ഉള്ള ഒരു മെസ്സേജ് അതിലെന്തായാലും ഉണ്ടാകും. അത് ആ രീതിയിലെടുക്കുക. എല്ലാം നിങ്ങൾക്ക് ഉള്ള മെസ്സേജ് തന്നെ ആകണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് തന്നെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഡിയേഴ്സ്, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.